ശകുന്തള ജനിച്ചു വളർന്ന സ്ഥലം കണ്വാശ്രമം. കണ്വാശ്രമത്തിൻ്റെ പരിസരത്ത് കാട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് ഡൽഹി ഡയറി എത്തിയിരിക്കുന്നത് കണ്വാശ്രമ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അതുപോലെ ബൈക്കിൽ തന്നെയാണ് യാത്ര. കാലത്ത് 8:30 കൂടിയാണ് യാത്ര പുറപ്പെട്ടത്. ഞങ്ങൾ താമസിക്കുന്ന ഗാസിയാബാദിലെ ഷാലിമാർ ഗാർഡനിൽ നിന്നും 214 കിലോമീറ്റർ ദൂരത്തുള്ള കണ്വാശ്രമത്തിലേക്ക് 5 മണിക്കൂറിലധികമുള്ള ദീർഘയാത്ര. മീററ്റിൽ നിന്നും അപ്പർ ഗംഗ കനാലിനരികിലൂടെയാണ് നഗരങ്ങൾ കഴിഞ്ഞാൽ യാത്ര. ഒട്ടും ട്രാഫിക് ഇല്ലാത്ത മിക്കവാറും വിജനമായ റോഡാണ്. ഒരു വശത്ത് ഹരിദ്വാറിൽ നിന്നും വരുന്ന ഗംഗാ കനാൽ, മറുവശത്ത് വിശാലമായ പാടങ്ങൾ, പലതരം കൃഷികൾ, ചെറിയ ഗ്രാമങ്ങൾ. ഇതൊക്കെയാണ് വഴിയോര കാഴ്ചകൾ. ഹരിദ്വാർ വീഡിയോയിൽ ചില്ല ഡാമിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. അവിടെ നിന്നാണ് അപ്പർ ഗംഗ കനാൽ വരുന്നത്. സുന്ദരമായ ദൃശ്യങ്ങളാണ്, പക്ഷേ വഴി വിജനമാണെന്നത് മാത്രമാണ് പ്രശ്നം. പണ്ടിവിടെ പിടിച്ചുപറിയും കൊള്ളക്കാരും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. കുറച്ചു വഴി പിന്നിട്ടപ്പോൾ ഇവിടെ ഒരു ബോർഡ് കാണാം. ഒരു ഗ്രാമത്തിലേക്കുള്ള വഴിയാണിവിടെ. ഒപ്പം കുറെ ചാണകവരളികൾ ഉണക്കി സൂക്ഷിച്ചിരിക്കുന്നു. C836 മുതൽ 885 വരെ ഇന്നത്തെ കന്നൗജ്, അതായത് പണ്ടത്തെ പാഞ്ചാലം ഭരിച്ച ഗുർജർ പ്രതിഹാര സാമ്രാട്ടായ മിഹിരഭോജനെ പറ്റിയാണ് ബോർഡിൽ പറയുന്നത്. ഉത്തർപ്രദേശിലൂടെയുള്ള യാത്രകളിലുടനീളം ഇങ്ങനെ ചാണകവരളികൾ ഉണക്കി വെച്ചിരിക്കുന്നത് കാണാം. ഭക്ഷണ പാചകത്തിന് ഇന്ധനമായി ഇത് ഉപയോഗിക്കുന്നു. കത്തിക്കഴിഞ്ഞാൽ ചാരം കൃഷിക്കായി ഉപയോഗിക്കാം. ഇനി വലത്ത് തിരിഞ്ഞ് കുറെ ദൂരം ഹൈവേയിലൂടെയാണ് യാത്ര. ഇവിടെ കുറച്ച് കരിമ്പിൻ ജ്യൂസ് കുടിച്ചാകാം ഇനി എന്ന് കരുതി നിർത്തിയിരിക്കുകയാണ്. തൊട്ടടുത്തുള്ള പാടത്തു നിന്നും മുറിച്ചെടുത്ത കരിമ്പാണ്. നല്ല മധുരം. 20 രൂപയാണ് ഗ്ലാസിന്. യാത്രാക്ഷീണത്തിന് കരിമ്പിൻ ജ്യൂസ് വളരെ ഗുണകരമാണ്. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഇവിടെ വഴിയരികിൽ നിറയെ മാവിൻ തോപ്പുകളാണ്. ഇപ്പോൾ സീസണല്ല, പൂത്തു തുടങ്ങുന്നതേയുള്ളൂ. ജൂൺ ജൂലൈ മാസങ്ങളിലാണ് മാങ്ങ വന്നു തുടങ്ങുന്നത്. പലതരത്തിലുള്ള മാങ്ങകൾ ഇവിടങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ചെറിയ ചുടുകട്ടകളാൽ കെട്ടിയ ഒരു പഴയ കിണറുണ്ട് ഇവിടെ. പക്ഷെ വെള്ളമില്ല. ഇത്തരം കിണറുകൾ പല സ്ഥലങ്ങളിലും കാണാനുണ്ട്. ഇപ്പോഴെത്തിയിരിക്കുന്നത് ഹൈദർപൂർ വെറ്റ്ലാൻഡ് ഏരിയയ്ക്കരികിലാണ്. ഗംഗയ്ക്ക് കുറുകെ ചെക്ക് ഡാം പണിത് ഒഴുക്ക് നിയന്ത്രിച്ച് കൃഷിക്ക് വെള്ളം തിരിച്ചുവിടുന്ന സ്ഥലമാണിത്. ധാരാളം പക്ഷികളുള്ള ഒരു സ്ഥലമാണിവിടം. 6908 ഹെക്ടർ ഏരിയയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സ്ഥലത്ത് ഇന്ന് പക്ഷി നിരീക്ഷണത്തിനുള്ള സൗകര്യവും ബോട്ടിംഗ് സൗകര്യവുമുണ്ട്. തണുപ്പുകാലത്ത് മൈഗ്രേഷൻ നടത്തുന്ന ദേശാടന പക്ഷികളുടെ ഒരു ഇടത്താവളമാണിവിടം. 320 തരം പക്ഷികളുണ്ട് ഇവിടെ. 1984 മധ്യഗംഗ ബാരേജ് നിർമ്മാണത്തിന് ശേഷം ഈ തടാകം രൂപപ്പെട്ടത്. പക്ഷികളെ കൂടാതെ പുള്ളിപ്പുലി, കാട്ടുപൂച്ച, കുരങ്ങ്, കുറുക്കൻ, ചെന്നായ, ഹണി ബാഡ്ജർ, മുയൽ, കാട്ടുപന്നി എന്നിങ്ങനെയുള്ള ജീവികളും ഇതിനു ചുറ്റുമായുള്ള ചെറു കാടുകളിലുണ്ട്. 2021 ഈ സ്ഥലം അന്താരാഷ്ട്ര ശ്രദ്ധയിൽപ്പെടുകയും ധാരാളം പേർ സന്ദർശകരായി എത്തുകയും ചെയ്യുന്നുണ്ട്. കുട്ടികളുമായി ഒരു വൺ ഡേ ട്രിപ്പിന് വരാൻ പറ്റിയ സ്ഥലമാണിത്. ഡൽഹിയിൽ നിന്നും 150 കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ സ്ഥലത്തെത്താം. ഈ സ്ഥലം ഇപ്പോഴത്തെ യാത്രയുടെ ഭാഗമല്ലാത്തതിനാൽ പുറത്തുനിന്ന് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനിയും 64 കിലോമീറ്റർ ദൂരമുണ്ട് കണ്വാശ്രമത്തിലേക്ക്.
ബിജ്നൌറിലെ CV രാമൻ പ്രൈവറ്റ് ITI ആണിത്. കോട്ട്ദ്വാർ കഴിഞ്ഞ് കണ്വാശ്രമത്തിലേക്കുള്ള വഴിയിലാണിപ്പോൾ. സമയം 2 മണിയായിരിക്കുന്നു. ഉച്ചഭക്ഷണം ഇന്നിവിടെയാണ്. വീടിനോട് ചേർന്നുള്ള ഇത്തരം കടകളിൽ ഹോംലി ഫുഡും ലഭിക്കും, വിലയും കുറവാണ്. കണ്വാശ്രമത്തിലേക്കുള്ള ഇടുങ്ങിയ വഴി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഈ ആലാണ് ലാൻഡ്മാർക്ക്. ഇനി നമുക്ക് കുറച്ച് പുറകിലേക്ക് യാത്ര പോകാം. ഇതാണ് മഹാതപസ്വിയായിരുന്ന കണ്വ മഹർഷിയുടെ ആശ്രമം സ്ഥിതി ചെയ്തിരുന്ന ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിലെ കാട്. ത്രേതായുഗാരംഭത്തിലെ വൈദിക കാലത്തായിരുന്നു കണ്വാശ്രമവും കണ്വ മഹർഷിയും ഉണ്ടായിരുന്നത്. വേദങ്ങളിലെ പല സൂക്തങ്ങളും കണ്വ മഹർഷിയുടേതാണ്. ഈ തപോഭൂമിയിൽ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ധാരാളം പേർ വേദപഠനത്തിനായി എത്തി ഗുരുകുല സമ്പ്രദായത്തിൽ താമസിച്ച് പഠിച്ചിരുന്നു. 10,000-ലധികം വിദ്യാർത്ഥികളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. മഹർഷി കണ്വനെ കൂടാതെ കപിലമുനി, ഗൗതമൻ അങ്ങനെ പല മഹർഷിമാരും അധ്യാപകരായി ഉണ്ടായിരുന്നു. ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എന്ന് വിശേഷിപ്പിക്കാം കണ്വ തപോഭൂമിയെ. മാലിനി നദിക്ക് കുറുകെയുള്ള ബ്രിഡ്ജാണിത്. ഈ മാലിനി തീരത്തായിരുന്നു കണ്വാശ്രമം. ഇതിനു ചുറ്റുമുള്ള കാടുകളിൽ പർണാശ്രമം തീർത്തായിരുന്നു ശിഷ്യർ വസിച്ചിരുന്നത്. കണ്വാശ്രമത്തിലേക്കുള്ള വഴി അത്ര ശരിയല്ല. വാഹനങ്ങളിൽ അങ്ങോട്ട് പോകാനാകില്ല. ഈ റോഡിൽ നിന്നും കയറി വെള്ളമൊഴുകുന്ന ഈ കനാലിന്റെ അരികിലെ കല്ലുകെട്ടിയ നടവഴിയിലൂടെ നടന്നു വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഈ തപോഭൂമിയിൽ കണ്വാശ്രമം മാത്രമായിരുന്നില്ല, ധാരാളം മഹർഷിമാരും തപസ്സിനായി ഇവിടം തിരഞ്ഞെടുത്തിരുന്നു. അവരിൽ പ്രമുഖനായ ഒരു മഹർഷിയായിരുന്നു വിശ്വാമിത്രൻ. വസിഷ്ഠനുമായി ഉണ്ടായ മത്സരത്തിന്റെ ഭാഗമായി സ്വന്തം രാജ്യവും സിംഹാസനവും ത്യജിച്ച് തപസ്സിന്റെ കഠിന വഴി തിരഞ്ഞെടുത്ത രാജർഷി. ഇവിടെ നിന്നും വീതിയുള്ളൊരു വഴിയുണ്ട് മുകളിലേക്ക്. പക്ഷേ ഇവിടെ എത്തിപ്പെടണമെങ്കിൽ നടന്നു തന്നെ വരണം. ഇവിടെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നു. ഈ പടികൾ കയറി കണ്വാശ്രമ സ്ഥലത്തെത്താം. അല്ലെങ്കിൽ ഇടതുവശത്തെ വഴിയിലൂടെ പതുക്കെ നടന്ന് പടികൾ ഒഴിവാക്കിയും എത്താം. കന്യാകുബ്ജത്തിലെ ശക്തനായ രാജാവായിരുന്നു കൗശികൻ. കന്യാകുബ്ജം പിന്നീട് പാഞ്ചാലവും പിന്നെ കന്നൗജുമായി മാറി. ഒരിക്കൽ തന്റെ സൈന്യത്തോടൊപ്പം വനത്തിൽ നായാട്ടിനു പോയ കൗശികൻ വസിഷ്ഠന്റെ ആശ്രമ പരിസരത്തെത്തി. വിശ്രമത്തിനായി തന്റെ ആശ്രമത്തിലെത്തിയ രാജാവിനും പരിവാരങ്ങൾക്കും മഹർഷി വസിഷ്ഠൻ ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി. ഒരു ആശ്രമത്തിൽ ഇത്രയും പേർക്ക് ഭക്ഷണം എങ്ങനെ തയ്യാറാക്കി എന്ന് ആശ്ചര്യപ്പെട്ട രാജാവ് കാമധേനു എന്ന ഒരു പശുവാണ് ഇതൊക്കെ നൽകുന്നതെന്ന് മനസ്സിലാക്കി. രാജാവായ തനിക്കാണ് ആ പശുവിനെ കൊണ്ട് കൂടുതൽ ആവശ്യം എന്ന് കരുതി വസിഷ്ഠനോട് പശുവിനെ തരുവാൻ ആവശ്യപ്പെട്ടു. പശുവിന്റെ സമ്മതത്തോടെ അതിനെ കൊണ്ടുപോയിക്കൊള്ളാൻ വസിഷ്ഠൻ അറിയിച്ചു. പക്ഷേ പശു പോകാൻ തയ്യാറായില്ല. ബലം പ്രയോഗിച്ചപ്പോൾ പശുവിന്റെ ശരീരത്തിൽ നിന്നും സൈനികർ പുറത്തു വന്ന് രാജാവിന്റെ സൈനികരെ വകവരുത്തി. പരാജയപ്പെട്ട കൗശിക രാജാവ് തപസ് ചെയ്ത് കൂടുതൽ ശക്തമായ ആയുധങ്ങൾ കരസ്ഥമാക്കി തിരിച്ചു വന്ന് വസിഷ്ഠന്റെ പശുവിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചു. വീണ്ടും പരാജിതനായ കൗശികൻ വസിഷ്ഠന്റെ തപശക്തിയുടെ ബലം തിരിച്ചറിഞ്ഞ് തന്റെ രാജ്യവും സിംഹാസനവും ഉപേക്ഷിച്ച് വിശ്വാമിത്രൻ എന്ന പേര് സ്വീകരിച്ച് താപസനായി മാറി. അങ്ങനെ ഒരു തപസ് നീണ്ടുപോയ സന്ദർഭത്തിൽ ദേവരാജനായ ഇന്ദ്രൻ പരിഭ്രാന്തനായി. മനുഷ്യർ തപസ് ചെയ്യുന്നത് ഇന്ദ്രപദത്തിനായിരിക്കുമെന്ന അബദ്ധധാരണയിൽ അതിന് വിഘ്നം വരുത്താൻ ഇന്ദ്രൻ പല മാർഗങ്ങളും അവലംബിച്ചിരുന്നു. വിശ്വാമിത്രന്റെ കൊടും തപസ്സിളക്കാൻ ദേവസഭയിലെ മേനക എന്ന അപ്സരസിനെയായിരുന്നു ഇന്ദ്രൻ ഭൂമിയിലേക്ക് അയച്ചത്. സ്ത്രീ സൗന്ദര്യത്തിന് പുരുഷന്റെ മനസ്സിളക്കാൻ കഴിയുമെന്ന മനഃശാസ്ത്ര നിലപാടാണ് ഇന്ദ്രൻ കൈക്കൊണ്ടത്. അഭൗമ സൗന്ദര്യമുണ്ടായിരുന്ന മേനക തന്റെ ശൃംഗാരഭാവങ്ങൾ കൊണ്ട് വിശ്വാമിത്രനെ സ്വാധീനിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സ് മായാമോഹങ്ങളിലേക്ക് മടങ്ങി വന്നു. മേനകയുമായി രമിച്ച അദ്ദേഹം
തപസ്സിന്റെ ഭംഗത്തിൽ നിരാശനായി കണ്വാശ്രമ ഭൂമി തന്നെ ഉപേക്ഷിച്ച് ദണ്ഡകവനത്തിലേക്ക് പോയി. ഗർഭിണിയായ മേനക കാട്ടിൽ കഴിഞ്ഞ് ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചു. പക്ഷേ മനുഷ്യ ശിശുവിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തതിനാൽ വനത്തിൽ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് തിരിച്ചുപോയി. ആ മാതൃമനസ്സിന്റെ വേദന എങ്ങനെയായിരുന്നിരിക്കും? പിന്നീടും പല അമ്മമാർക്കും സ്വന്തം കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്നും പല കുട്ടികളും അനാഥരായി വളരുന്നു. ഇവിടെ ഈ മണ്ഡപത്തിൽ ആ പഴയ രംഗങ്ങളെ ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു. അങ്ങനെ മേനക ഉപേക്ഷിച്ച ശിശുവിനെ ആശ്രമത്തിലെ അന്തേവാസികൾ കണ്ടെത്തി ഗുരുവായ കണ്ണു മഹർഷിയെ അറിയിച്ചു. സ്ഥലത്തെത്തിയ കണ്ണുമുനി ശകുന്തപക്ഷികളാൽ സംരക്ഷിതയായി കുഞ്ഞിനെ കണ്ട് ശകുന്തള എന്ന് നാമകരണം ചെയ്തു. ദത്തുപുത്രിയായി സ്വീകരിച്ച് ആശ്രമത്തിൽ വളർത്തി. വലുതായ ശകുന്തള സുന്ദരിയായ ഒരു കന്യകയായി തീർന്നു. സന്യാസിമാർ തീർത്ഥാടനത്തിനായി പല സ്ഥലങ്ങളും സന്ദർശിക്കുക പതിവാണ്. അങ്ങനെ ഒരിക്കൽ കണ്ണു മഹർഷിയും കുറച്ചു ശിഷ്യരും തീർത്ഥാടനത്തിനു പോയ സമയം വനത്തിൽ മൃഗയാവിനോദനത്തിനായി ഹസ്തിനപുരിയിലെ മഹാരാജാവായിരുന്ന ദുഷ്യന്തൻ കുറച്ചു സൈനികരുമായി എത്തിച്ചേർന്നു. അങ്ങനെ ആശ്രമ പരിസരത്തിലെത്തിയ ദുഷ്യന്തൻ കണ്ണു മഹർഷിയെ കണ്ട് ആദരമറിയിക്കാനെത്തി. പക്ഷേ അവിടെ മഹാരാജാവിനെ സ്വീകരിച്ചത് ശകുന്തളയായിരുന്നു. അതിഥി മര്യാദകൾ ആചാരപൂർവം ചെയ്ത സുന്ദരിയായ ശകുന്തളയെ രാജാവിന് ഇഷ്ടമായി. ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം കഴിക്കാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അവൾക്കും ദുഷ്യന്തനെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഗാന്ധർവ വിധി പ്രകാരം ദുഷ്യന്തൻ ശകുന്തളയെ വിവാഹം ചെയ്തു. കുറച്ചുനാൾ അവിടെ കഴിഞ്ഞ ദുഷ്യന്തൻ പിന്നീട് കണ്ണു മഹർഷി തിരിച്ചെത്തുമ്പോൾ വിദ്യാവണ്ണം കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകാമെന്നറിയിച്ച് ഹസ്തിനപുരിയിലേക്ക് തിരിച്ചുപോയി. ഓർമ്മയ്ക്കായി തൻ്റെ രാജമുദ്രയുള്ള മോതിരം വിരലിൽ അണിയിച്ചാണ് രാജാവ് മടങ്ങിയത്. ദുഷ്യന്തന്റെ വിരഹത്തിൽ മുഴുകി ശകുന്തള ദിനങ്ങളെണ്ണി കഴിഞ്ഞു. ഒരു ദിവസം ദുർവാസാവ് മഹർഷി കണ്വാശ്രമത്തിലെത്തി. എന്നാൽ വിരഹദുഃഖത്തിലിരുന്ന ശകുന്തള ദുർവാസാവിന്റെ വരവ് അറിഞ്ഞില്ല. തന്നെ ശ്രദ്ധിക്കാതെ ഏതോ ഓർമ്മയിൽ മുഴുകിയിരിക്കുന്ന ശകുന്തളയെ കണ്ട് മഹർഷിക്ക് പെട്ടെന്ന് കോപം ഇരച്ചെത്തി. മുൻകോപിയായ മഹർഷി അപമാനിതനായെന്ന തോന്നലിൽ ശകുന്തളയെ ശപിച്ചു. നീ ആരെ ഓർത്തിരിക്കുന്നുവോ അയാൾ നിന്നെ മറന്നുപോകട്ടെ എന്നായിരുന്നു ശാപം. ഞെട്ടിയുണർന്ന ശകുന്തള ശാപവാക്കുകൾ കേട്ട് ദുഃഖിതയായി കരഞ്ഞ് മഹർഷിയോട് മാപ്പപേക്ഷിച്ചു. മുനിയുടെ മനസ്സലിഞ്ഞു. എന്തെങ്കിലും അടയാളം കാണിച്ചാൽ രാജാവ് നിന്നെ തിരിച്ചറിയും എന്ന് പറഞ്ഞ് മുനി മടങ്ങി. കണ്ണു മഹർഷി തിരിച്ചെത്തി ശകുന്തളയുടെ വിവാഹകാര്യം അറിഞ്ഞു. ഇനി അവൾ ഭർത്താവിന്റെ അടുത്താണ് താമസിക്കേണ്ടതെന്ന് പറഞ്ഞ് ശിഷ്യരോടൊത്ത് കൊട്ടാരത്തിലേക്ക് അയച്ചു. യാത്രാമധ്യേ നദിയിൽ കൈകാൽ കഴുകുന്നതിനിടെ രാജാവ് കൊടുത്ത മോതിരം ഊരി വെള്ളത്തിൽ പോയി. ശകുന്തള അതറിഞ്ഞതുമില്ല. കൊട്ടാരത്തിലെത്തിയ ശകുന്തളയെ ശാപം മൂലം ദുഷ്യന്തൻ തിരിച്ചറിഞ്ഞില്ല. അടയാളത്തിനായി മോതിരവും കാണാനില്ല എന്നറിഞ്ഞ ശകുന്തള ദുഃഖിതയായി. കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ശകുന്തള തിരിച്ചു തൻ്റെ വളർത്തച്ഛനായ കണ്ണു മഹർഷിയുടെ ആശ്രമത്തിൽ പോകാതെ കാട്ടിലലഞ്ഞ് മരീചി മഹർഷിയുടെ ആശ്രമസ്ഥലത്ത് വസിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. പ്രകാശം നിറഞ്ഞവൻ എന്നർത്ഥമുള്ള ഭരതൻ എന്ന നാമകരണം ചെയ്ത് ശകുന്തള തൻ്റെ പുത്രനെ സ്വയം വളർത്തി. വേദങ്ങളും ഉപനിഷത്തുക്കളും ചെറുപ്പത്തിലെ കണ്വാശ്രമത്തിൽ നിന്നും പഠിച്ച ശകുന്തള തൻ്റെ മകനെയും അതൊക്കെ പഠിപ്പിച്ചു. അസ്ത്രാഭ്യാസവും ആയുധാഭ്യാസവും പഠിച്ച ഭരതൻ ചെറുപ്പത്തിൽ തന്നെ കാട്ടിലെ ഹിംസ്രമൃഗങ്ങളെ തൻ്റെ കൂട്ടുകാരാക്കി. എല്ലാറ്റിനെയും അടക്കുന്നവൻ എന്ന അർത്ഥത്തിൽ സർവദമനൻ എന്ന പേരും ഭരതൻ ഉണ്ടായിരുന്നു. സിംഹത്തിൻ്റെയും മറ്റും വായ്പിളർന്ന് പല്ലുകൾ എണ്ണുന്നത് ഭരതന് ഒരു വിനോദമായിരുന്നു. പിന്നീട് ശകുന്തളയുടെ വിരലിൽ നിന്നും നദിയിൽ പോയ മോതിരം ഒരു മത്സ്യം വിഴുങ്ങുകയും അതിനെ പിടിച്ച മുക്കുവൻ മത്സ്യത്തെ മുറിച്ചപ്പോൾ മോതിരം കണ്ട് രാജമുദ്രയുള്ളതിനാൽ രാജാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. മോതിരം കണ്ട ദുഷ്യന്തന് ശകുന്തളയുടെ ഓർമ്മകൾ തിരിച്ചു കിട്ടി. ഉടൻ തന്നെ കണ്ണാശ്രമത്തിലെത്തിയ ദുഷ്യന്തന് അവളെ കാണാനില്ല എന്ന വിവരം മാത്രമാണ് കിട്ടിയത്.
കാട്ടിൽ അന്വേഷണം തുടർന്ന് ദുഷ്യന്തൻ നാളുകൾക്ക് ശേഷം ഒരു സിംഹത്തിന്റെ വായ തുറന്ന് പല്ലുകൾ എണ്ണി നോക്കുന്ന ഒരു കുട്ടിയെ കാട്ടിൽ കണ്ടെത്തി. അത്ഭുതപ്പെട്ട രാജാവ് കുട്ടിയെ പിന്തുടർന്ന് ശകുന്തളയുടെ അടുത്തെത്തി. മഹർഷി ശാപമാണ് എല്ലാറ്റിനും കാരണം എന്നറിയാമായിരുന്ന ശകുന്തള ദുഷ്യന്തന്റെ ക്ഷണം സ്വീകരിച്ച് മകനോടൊത്ത് കൊട്ടാരത്തിൽ തിരിച്ചെത്തി. പിന്നീട് ദുഷ്യന്തനു ശേഷം ഭരതൻ വലിയൊരു ഭൂഭാഗത്തിന്റെ തന്നെ ചക്രവർത്തിയായി മാറി. ആസേതു ഹിമാചലം ഭരിച്ച ഭരതന്റെ ഭൂഭാഗത്തിന് ഭാരതവർഷം എന്ന പേര് സിദ്ധിച്ചു. മഹാഭാരതത്തിലെ ആദിപർവത്തിൽ ഈ കഥ പറയുന്നുണ്ട്. അതുപോലെ വിഷ്ണുപുരാണത്തിൽ ഭാരതവർഷത്തെപ്പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. മഹർഷിമാരായ കണ്വൻ, കശ്യപൻ, ഗൗതമൻ, വിശ്വാമിത്രൻ തുടങ്ങിയ മഹാതപസ്വികളുടെ തപോഭൂമി, വേദങ്ങൾക്ക് സൂക്തം രചിച്ച മഹാധനന്മാർ, ഭാരതവർഷത്തിന്റെ സ്ഥാപകനായ ഭരതന്റെയും അമ്മയായ ശകുന്തളയുടെയും ജന്മസ്ഥലമായ കണ്വാശ്രമഭൂമി. ഏത് മുജ്ജന്മ ബന്ധങ്ങളാലാണ് കേരളത്തിൽ നിന്നും ഇവിടെ എത്താൻ ഇടയായത് എന്ന ചിന്തയിലാണ് ഞാൻ. ഇനി തിരിച്ചിറങ്ങി നദിക്ക് അക്കരയൊന്ന് പോകണം. ഇതിലെ പടികൾ കയറിയാണ് വന്നത്. കുറച്ച് കുത്തനെയുള്ള പടികളാണ്. ഈ കാണുന്ന വഴിയിലൂടെ 1-2 വളവുകൾ ഇറങ്ങി താഴേക്ക് പോകാമെന്ന് കരുതി നടക്കുകയാണ്. ഒപ്പം വനസൗന്ദര്യം ആസ്വദിക്കുകയുമാവാം. ഈ കണ്വാശ്രമത്തെ പറ്റിയും മാലിനി നദിയെപ്പറ്റിയും അധികം പേർക്ക് ഇന്നും അറിയില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പോലും പലർക്കും ഇതെവിടെയാണ് എന്ന് ഒരു പിടിയുമില്ല. പലരും ശാകുന്തളം വെറും കഥയാണ് എന്നാണ് കരുതുന്നത്. ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും കഥ സിനിമയായി പലരും കണ്ടിട്ടുണ്ട്. വിക്രമാദിത്യ മഹാരാജാവിന്റെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായ മഹാകവി കാളിദാസൻ രചിച്ച ലോകത്തിലെ തന്നെ ആദ്യത്തെ കാവ്യനാടകം, പ്രേം നസീറും KR വിജയും അഭിനയിച്ച സിനിമ ഞാനും ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പിന്നീട് 2023 ഒരു തെലുങ്ക് സിനിമയുടെ ഹിന്ദി വെർഷനും കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കാണുന്ന കാൽപ്പനിക ലോകത്തു നിന്നും വളരെ ഭിന്നമാണ് ഈ യഥാർത്ഥ സ്ഥലം. ടൈഗർ റിസർവായ രാജാജി നാഷണൽ പാർക്കിന്റെ ഇങ്ങേ അറ്റമാണ് ഈ വനമേഖല. മറുഭാഗം ഋഷികേശ് വരെ നീണ്ടുകിടക്കുന്നു. 820 സ്ക്വയർ കിലോമീറ്റർ ആണ് ഈ ഭൂഭാഗത്തിന്റെ വിസ്തൃതി. ആന, കടുവ, പുള്ളിപ്പുലി, കഴുതപ്പുലി, ചെന്നായ, വിവിധതരം മാനുകൾ എന്നീ മൃഗങ്ങളാൽ നിറഞ്ഞതാണ് ഈ വനമേഖല. വനവുമായി തൊട്ടടുത്തു കിടക്കുന്നതിനാൽ ഇരുട്ടു തുടങ്ങിയാൽ ഇവിടുത്തെ യാത്ര അപകടകരമാണ്. പലതരം മരങ്ങളും ഔഷധ സസ്യങ്ങളും നിറഞ്ഞതാണ് ഹിമാലയത്തിലെ ഈ ശിവാലിക് മലനിരകൾ. ധാരാളം രാജവെമ്പാലകളും ഈ വനപ്രദേശത്തുണ്ട്. മാലിനി നദീതീരത്തേക്കാണ് ഇപ്പോൾ നടന്നെത്തുന്നത്. ഇവിടെ കാട്ടിനകത്ത് എന്തോ അനങ്ങുന്നതിന്റെ ഒച്ചയൊക്കെ കേൾക്കാനുണ്ട്, പക്ഷെ കാണാനില്ല. മുകളിലേക്ക് കയറിപ്പോയ ചവിട്ടുപടികളാണ് ഇടതുവശത്ത് കാണുന്നത്. നദിക്ക് കുറുകെയുള്ള ഈ പാലം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണ്. ഇന്ന് ഇതിൽ ഭാരം കയറ്റിയുള്ള വാഹനങ്ങൾക്ക് പ്രവേശനമില്ല. പാലത്തിൻ്റെയും കണ്വാശ്രമ പരിസരത്തിൻ്റെ തന്നെയുമുള്ള ഒരു പുനർനിർമ്മാണ പാക്കേജ് അടുത്തയിടെ ഉത്തരാഖണ്ഡ് സർക്കാർ രൂപീകരിച്ചിട്ടുണ്ട്. അത് വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാകുമെന്ന് പ്രത്യാശിക്കാം. ഇതിങ്ങനെ ഒരു കിണർ പോലെ ഉണ്ട്, പക്ഷെ ഇതിൽ മോട്ടറൊന്നും അടിച്ചിട്ടില്ല. വെള്ളം എവിടുന്നോ വന്ന് നിറഞ്ഞത് ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ഇവിടെ നോക്കിയാൽ നദി വറ്റി വരണ്ടാണ് കിടക്കുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഈ വശത്ത് ഒഴുകി വരുന്നില്ല.
അപ്പുറത്തെ വശത്ത് കൂടെ ഒരു കണ്ണുനീർ ചാല് പോലെ ഒഴുകി പോകുന്നുണ്ട്. കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇതിനകത്ത് വെള്ളം നിറഞ്ഞാണ് കിടക്കുന്നത്. അത്രയും താഴ്ചയിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇതിലിപ്പോൾ അതേ പടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇറങ്ങി പോകാനുള്ള സിസ്റ്റമൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ. അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം നേരത്തെ അതിൽ നോക്കുമ്പോൾ വെള്ളം ഒഴുകി വരുന്നുണ്ടായിരുന്നു. അപ്പം അത് ഇതുപോലെ ചാലാക്കി വെള്ളം ഒഴുകി പോവാണ്. ഇതാണ് എല്ലായിടത്തും ഒരു വൃത്തികേട്. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേസ്റ്റും സാധനങ്ങളൊക്കെ ഇവിടെ വലിച്ചെറിഞ്ഞ് ആകെ വൃത്തികേടാക്കുക. എങ്ങനെ ഇതിനൊക്കെ മനസ്സ് വരുന്നു എന്നുള്ള അറിയില്ല. ഒരു സ്ത്രീ ഇവിടെ കിടന്ന് നടക്കുന്നുണ്ട്. മാനസിക നില പോയിട്ടുള്ളൊരു സ്ത്രീയാണ്. ആരായിരിക്കും എന്തോ. ഈ വഴി താഴെ ചെന്നെത്തുന്നത് നദിയുടെ കരയിലേക്കാണ്. അല്ലാതെ ഇതിലേക്ക് വണ്ടിയിൽ വരാനുള്ള വഴികളൊന്നുമില്ല. ഇവിടെയൊക്കെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് കത്തിച്ചിരിക്കുക. ആ വശത്ത് മാത്രമേ കുറച്ച് വെള്ളം ഒഴുകി വരുന്നുള്ളൂ. പിന്നെയുള്ള വെള്ളമൊന്നും ഇല്ല. ഇതിലാണ് ശകുന്തള വെള്ളം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്ന നദിയാണിത്. ഈ തോട് പോലെ വെള്ളം ഒഴുകി പോകുന്നില്ലേ, ഇതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് പോകാൻ. വേറൊരു വഴിയില്ല. ഇതാണ് ആ മലകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന ചെറിയൊരു അരുവി ഒഴുകി വരുന്ന സ്ഥലം. പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും ഇല്ല. ഇപ്പോൾ നല്ല വേനൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിനി മഴക്കാലമാണെങ്കിൽ ഓഗസ്റ്റ് തുടക്കത്തിലോ ജൂലൈ അവസാനം ഓഗസ്റ്റൊക്കെ ആയിട്ടാണ് മഴക്കാലം ഇവിടെ ഉണ്ടാവുന്നത്. ഇതാണ് കണ്വാശ്രമം. നദിക്കപ്പുറമുള്ള ഒരു ക്ഷേത്രമാണിത്. ഈ ഗ്രാമത്തിലെ ജനങ്ങൾ ആരാധിക്കുന്ന ഒരു ഗ്രാമീണ ക്ഷേത്രം. ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് നട തുറന്ന് പൂജാതി കർമ്മങ്ങൾ ഉണ്ടാകും. ക്ഷേത്രത്തിനടുത്ത് ഒരു ചെറിയ കടയുണ്ട്. പലകകളിൽ കമ്പുകൾ പിടിപ്പിച്ച് തനി നാടൻ രീതിയിൽ ബെഞ്ചുകളിട്ടിട്ടുള്ള ഒരു ചായക്കട. ഒപ്പം പലചരക്കു സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഒരു ചായ കുടിച്ച് ചുറ്റുപാടുകൾ മനസ്സിലാക്കണം. മണ്ണുകൊണ്ടുള്ള അടുപ്പിൽ വിറകു കത്തിച്ച് തനി നാടൻ രീതിയിൽ ചായ പാത്രത്തിൽ തിളയ്ക്കുന്നു. നദിക്കപ്പുറത്ത് കണ്വാശ്രമ പരിസരത്ത് നിർമ്മിച്ച മണ്ഡപം കാണാം. മലമുകളിലെ വൃക്ഷങ്ങൾ നിറഞ്ഞ നിബിഡ വനവും ദൃശ്യമാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. മാർച്ചായതിനാൽ തണുപ്പും കുറവായിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ മാത്രമേ തണുപ്പുള്ളൂ. യാത്രകൾക്ക് പറ്റിയ സുഖകരമായ കാലാവസ്ഥയാണ്. ഏപ്രിലിൽ ചൂട് കൂടിത്തുടങ്ങും. പിന്നെ ജൂൺ ജൂലൈ മാസങ്ങളിൽ കഠിനമായ ചൂടാണ് ഉണ്ടായിരിക്കുക. ആഗസ്റ്റ് സെപ്റ്റംബറിൽ മഴക്കാലത്ത് ഹിമാലയ യാത്ര ഒഴിവാക്കുന്നതാണ് നല്ലത്. ചായ ഇങ്ങനെ മൺകോപ്പയിലാണ് കിട്ടിയത്. 15 രൂപയാണ് ചായയ്ക്ക്. ഈ കടയുടമസ്ഥനും ഒരു നെഗിയാണ്. ഇദ്ദേഹത്തിനോട് ചോദിച്ചറിഞ്ഞ് ഒരു ഷോർട്ട് കട്ടിലൂടെ മുകളിലേക്ക് കയറുകയാണ്. മാനുകളെ വളർത്തുന്ന ഒരു ഡീർ പാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞത് കാണാനാണ് പോകുന്നത്. വഴി എന്നൊന്നും പറയാനില്ല. കാട്ടിലൂടെ എളുപ്പത്തിൽ കയറാനുള്ള ഒരു നടപ്പാത, അത്രമാത്രം.
ഇവിടെ കുറച്ച് പഴയ ക്വാർട്ടേഴ്സ് പോലുള്ള കെട്ടിടങ്ങൾ കാണാനുണ്ട്. ആരെയും കാണാനുമില്ല. മുന്നിൽ കാണുന്ന ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയുമാണ്. വലതുവശത്തായി കുറെ പുതിയ കെട്ടിടങ്ങളുണ്ട്. മുറ്റം നന്നാക്കാനായി മണ്ണ് കൂട്ടിയിരിക്കുന്നതും കാണാം. പരിസരം നിറയെ കുരങ്ങന്മാരുണ്ട്. വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. ഇവിടെ ഒരാൾ പൈപ്പുമായി ചെടികൾ നനച്ച് നിൽപ്പുണ്ട്. ഇദ്ദേഹമാണ് ആനന്ദ് വോറ. ഈ കാണുന്ന ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ നടത്തിപ്പുകാരനാണ്. ഈ അടുത്ത കാലത്തായി നവീകരിച്ച ഗസ്റ്റ് ഹൗസിൽ 1000 രൂപ മുതൽ ഡബിൾ റൂം ലഭ്യമാണ്. നല്ല സൗകര്യമുള്ള പല തരത്തിലുള്ള മുറികൾ തിരഞ്ഞെടുക്കാം. ആനന്ദിന്റെ മൊബൈൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്ത് വരാവുന്നതാണ്. ഇതാണ് അന്വേഷിച്ചു വന്ന ഡീർ പാർക്ക്. വലിയൊരു ഭാഗം മുഴുവൻ പരന്നു കിടക്കുന്ന ഈ പാർക്കിൽ പലതരം മാനുകൾ ധാരാളമായുണ്ട്. പകൽ മുഴുവൻ തീറ്റ തേടി നടക്കുന്ന മാനുകൾ വൈകുന്നേരം ഈ സ്ഥലത്ത് ഒത്തുചേരുന്നു. ചില മാനുകൾ വളരെ ഇണക്കമുള്ളതാണ്. അവയ്ക്ക് ഇവിടുത്തെ വാച്ച്മാൻ പേരുകളും ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹമാണ് വാച്ച്മാൻ. ഈ ഫെൻസിങ് ഇലക്ട്രിക് ഫെൻസിങ് ആണ്. പക്ഷേ ഇത് കറണ്ട് ഇല്ലാത്ത സമയത്ത് ആനകൾ വന്ന് ചവിട്ടിപ്പൊളിച്ച് ഇങ്ങനെ ആക്കിയിട്ടിരിക്കുകയാണത്. ഇവിടെ നിറച്ച് ആനകളുണ്ട് ഇതിനുള്ളിൽ. ഇരുട്ടായി കഴിഞ്ഞാൽ എത്തും എന്നാണ് പറയുന്നത്. ഇപ്പോൾ സമയം 6:15. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇവിടെ മുകളിലൊരാൾ മതിലും ഇരിക്കുന്നുണ്ട്. ലങ്കൂർ എന്നാണ് ഇതിന് പറയുന്നത്. അതായത് ഹനുമാൻ കുരങ്ങ്. നീണ്ട വാലും മുഖത്ത് താടിയുമുള്ള വർഗമാണ് ലങ്കൂർ. ഇവിടെ ഒരു ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസും ഉണ്ട്. അതെനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ താഴെ ആശ്രമത്തിലാണ് നിന്നത്. അവിടെ ഒരു കണ്വാശ്രമം നമ്മൾ നേരത്തെ കണ്ടുല്ലോ. അപ്പോൾ ആശ്രമത്തിലാണ് നിന്നുണ്ടായിരുന്നത്. അവിടെ അധികം റേറ്റൊന്നുമില്ല. 300 രൂപയെ റൂമിനുള്ളൂ ചാർജ്. അതിനുള്ളിൽ തന്നെ അവർ ആശ്രമമായ കാരണം അവിടെ ഭക്ഷണവും കിട്ടും. കാലത്തെ രാത്രിയിലെ ഉച്ചക്കലത്തെയൊക്കെ ഭക്ഷണം കിട്ടും. അപ്പോൾ 300 രൂപയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ, ഇത് രണ്ടും കൂടിയിട്ട്. അതല്ലെങ്കിൽ ഉച്ചക്കലത്തെ ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ 2 നേരത്തെ ഭക്ഷണം കിട്ടും. ഇവിടെ എക്സ്ട്രാ പൈസ വരും. ഇത് ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് തന്നെയാണ്, ഉത്തരാഖണ്ഡ് ഗവൺമെൻറ്റിൻ്റെ. ഇതിൻ്റെ ചാർജ് 1000 രൂപയാണ് മിനിമം. 1000, 1200, 1500 അങ്ങനെയുള്ള റേഞ്ചിലാണ്. പിന്നെ ഭക്ഷണത്തിനൊക്കെ എക്സ്ട്രാ ആയിരിക്കും. ഇതിപ്പോൾ ഇവിടെ ഒരു നിബിഡ വനം തന്നെയാണ്. നല്ല കൊടും കാട് എന്ന് തന്നെ പറയാം. വലിയ വലിയ മരങ്ങളും തേക്കും ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ വേറൊന്ന്, ഇത് രാജാജി ടൈഗർ റിസർവിൻ്റെ പാട്ട് തന്നെയാണ്. അതുകൊണ്ട് ഇതിൽ രാത്രി ടൈഗറും അതുപോലെ പുള്ളിപ്പുലിയും ഒക്കെ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രി ഇതിൽ 7 മണിക്കൊക്കെ ശേഷം പുറത്തേക്ക് പോകുന്നത് അത്ര ആരോഗ്യകരമല്ല. ഇവിടെ വേറെ ആരും ഇല്ല. 2-3 പിള്ളേർ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മളൊരു വാച്ച്മാനെ പരിചയപ്പെട്ടു. ഇതതിൻ്റെ പ്രിമൈസിൻ്റെ ഉൾഭാഗം തന്നെയാണ്. ഇവിടെ ഒരു പഴയ ഒരു ആൽമരം നിൽക്കുന്നുണ്ട്. കുരങ്ങന്മാരുണ്ട് നിറച്ച്. അതൊരു പ്രശ്നം. പിന്നെ ഇതിന് മുകളിലൊരു ബാർജ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു ചെക്ക് ഡാം ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് വെള്ളം കടത്തി വിടുന്നുണ്ട്. അതുകൊണ്ടാണ് മാലിന്യ നദിയിൽ വെള്ളം ഇല്ലാത്തത്. അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനെ വഴി തിരിച്ച് വേറൊരു വഴിക്കാണ് വിടുന്നത്. അപ്പം അത് പോയി കാണാമെന്ന് വിചാരിച്ചപ്പോൾ രാത്രിയാണ്. അത് ഇത്തിരി പ്രശ്നമാണ്. ഇവിടെ നിന്നൊരു
1-1.5 മണിക്കൂർ യാത്ര നടക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. പിന്നെ അത് തന്നെയല്ല, അതിൻ്റെ മുകളിലേക്ക് പോകണമെങ്കിൽ അവിടേക്ക് വണ്ടിയൊന്നും പോകണമില്ല, ബൈക്കൊന്നും കൊണ്ടുപോകാൻ നിവൃത്തിയില്ല, നടന്ന് തന്നെ പോയേ പറ്റൂ. അപ്പോൾ ഇതിലെ ഇങ്ങനെ നടന്നു പോകുന്നു. താഴെ വീടുകളൊക്കെ കാണാനുണ്ട്. ഇതിവിടെ ആനപ്പിണ്ടൊക്കെയാണ് കിടക്കുന്നത്. ആനപ്പിണ്ടം ഉണങ്ങി കിടക്കുന്നുണ്ട്. ഇത് ഇന്നലത്തെ ആനപ്പിണ്ടാണെന്ന് തോന്നുന്നുണ്ട്. അത് ഇന്നലെ ആന വന്ന് പോയി കാണണം. ഇനി അധികം വൈകിയാൽ അത്ര ബുദ്ധിയല്ല. ആനപ്പിണ്ടൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി ഇരുട്ടായി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആന വരാനുള്ള ചാൻസൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറൊരു ഇതെന്ന് പറയുന്നത് നിറച്ച് മരുന്ന് ചെടികളാണ് കേട്ടോ. ഇത് ഈ പൂത്ത് നിൽക്കുന്നതൊക്കെ ആടലോടകമാണ്. ഉണ്ടല്ലേ, നിറച്ച് പൂത്ത് നിൽക്കുന്നുണ്ട്, നിറച്ച് ആടലോടക. താഴെ അമ്പലത്തിൽ നിന്നാണ് പാട്ട് കേൾക്കുന്നുണ്ട്, മണിയടി കേൾക്കുന്നുണ്ട്. അവിടെ 4 പിള്ളേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ബൈക്കൊക്കെ ആയിട്ട്. അപ്പോൾ അവർ ഈ സ്ഥലത്ത് തന്നെയുള്ള ആൾക്കാർ തന്നെയാണ്, ഇവിടെ തന്നെ പഠിച്ചു വളർന്നിട്ടുള്ള പിള്ളേരാണ്. അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു വിഷമം തന്നെയുള്ളൂ. ഭാരതത്തിൻ്റെ പേര് കിട്ടാൻ കാരണക്കാരനായിട്ടുള്ള ഭാരത ചക്രവർത്തി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന് വേണ്ടത്ര അറ്റൻഷൻ കിട്ടിയിട്ടില്ല. ആർക്കും ഇതിനെപ്പറ്റി അറിയില്ല. ഞാൻ ഇവിടേക്ക് വരാൻ വേണ്ടി നോക്കുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ലാൻഡ്സ്ലോഡിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കണ്ണാശ്രമം എന്ന് അന്വേഷിച്ചപ്പോൾ ആർക്കും ഇതിനെ പറ്റിയിട്ട് അറിയില്ല. പിന്നെ ഗൂഗിളിൽ നോക്കി വന്നപ്പോൾ അതും കറക്റ്റ് അല്ല അതിനുള്ളിൽ കാണിച്ചിരിക്കുന്നത്. കുറേ കറങ്ങിത്തിരിഞ്ഞാണ് നേരത്തെ നമ്മൾ റൂമെടുത്ത ആശ്രമത്തിലെത്തിയത്, ഗുരുകുലിൽ. പക്ഷെ അപ്പോഴും ഈ യഥാർത്ഥമായിട്ട് കണ്ണു മഹർഷിയുടെ ആശ്രമം ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അതിനെപ്പറ്റി അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അത് അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷമാണ് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടാണ് പോകുന്നത്. ഇതിലിങ്ങനെ നടക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നുണ്ടെങ്കിലും പക്ഷേ നല്ലൊരു മനസ്സിന് ശാന്തിയായിട്ടുള്ളൊരു അന്തരീക്ഷമാണ്. അങ്ങനെ തിരിച്ച് മാലിനിയുടെ തടത്തിലേക്ക് തന്നെ എത്തി. പക്ഷെ വറ്റി വരണ്ട് കിടക്കുകയാണ്. ഇതിപ്പോൾ താഴെ എത്തി നമ്മൾ. ഇതിലിപ്പോൾ പേടിക്കാനൊന്നുമില്ല, ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. തടിയിൽ നിന്നും ധാരാളം വേരുകൾ താഴേക്കിറങ്ങിയ പഴയൊരു ആല് നിൽപ്പുണ്ടിവിടെ. താഴെ മാലിനി നദിയുടെ തീരപ്രദേശം. വർഷക്കാലത്ത് വെള്ളം നിറയുന്ന സ്ഥലമാണിത്. ഹിമാലയത്തിലെ ശിവാലിക് മലനിരകളിൽ നിന്നാണ് മാലിനി നദി ഒഴുകി വരുന്നത്. മുകളിലെ ഡാമിൽ നിന്നും തുറന്നുവിട്ടിരിക്കുന്ന വെള്ളം ഈ കനാലിലൂടെ ഒഴുകി വരുന്നു. താഴെ നദീതീരത്തേക്ക് ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. ഒരു ചെറിയ മതിൽ കെട്ടി തീരം സംരക്ഷിച്ചിരിക്കുന്നു. ബിജ്നോർ, കോട്ദ്വാർ എന്നീ സ്ഥലങ്ങളിലൂടെ ഒഴുകി മാലിനി ഗംഗയിൽ ചെന്നു ചേരുന്നു. വേദകാലഘട്ടത്തിൽ സമ്പുഷ്ടമായ ഒരു നദീതട സംസ്കാരം നിലനിന്നിരുന്ന നദിയാണ് ഇന്ന് വറ്റിവരണ്ട് കാണപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങൾ പല നദികളെയും ലോകത്താകമാനം ഇല്ലാതാക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിൽ നിന്ന് നദിയിലേക്കുള്ള പടവുകളാണ് ഈ കാണുന്നത്. കരിങ്കല്ലിൽ തീർത്ത പടവുകൾ. ഈ നദിയിൽ നിന്നും കരിങ്കല്ലിൽ കൊത്തുപണികളോടുകൂടിയ പല ക്ഷേത്രാവശിഷ്ടങ്ങളും കണ്ടുകിട്ടിയിട്ടുണ്ട്. അതിൽ 2 എണ്ണം
കണ്വാശ്രമ പരിസരത്ത് നമ്മൾ കണ്ടതാണ്. ബാക്കിയുള്ളവ പല മ്യൂസിയങ്ങളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ശിവലിംഗ പ്രതിഷ്ഠയുള്ള മഹാദേവ ക്ഷേത്രമാണിത്. ഒപ്പം ദേവി പ്രതിഷ്ഠയുമുണ്ട്. ഇവിടെ ക്ഷേത്രത്തിനടുത്തായി നദീതീരത്ത് ഒരു ആൽമരമുണ്ട്. നൂറുകണക്കിന് വർഷങ്ങൾ വയസ്സുള്ള ഒരു വലിയ ആൽമരം. അമ്പല പരിസരത്തിന് തണലേകി നിൽക്കുന്ന ഈ ആൽമരത്തിന് എന്തൊക്കെ കഥകൾ പറയാനുണ്ടാകും. ക്ഷേത്ര സമീപത്ത് ഒരു ഹോട്ടലുമുണ്ട്. 1500 രൂപയാണ് ഇവിടെ ഡബിൾ റൂമിന്. പാലത്തിനടുത്ത് ഒരു ജംഗ്ഷനാണ്. കുറച്ച് കടകളുണ്ട് ഇവിടെ. നേരത്തെ ചായ കുടിച്ച കടയുൾപ്പെടെ. ഇവിടെ നിന്നും നേരെ പോയാണ് ഒരു കുറുക്കു വഴിയിലൂടെ മുകളിലെത്തിയത്. ഇടത്ത് തിരിഞ്ഞാൽ പാലമായി. കുറച്ചുപേർ ഇവിടെ പാലത്തിൽ നിന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട്. ചുറ്റുപാടുകളിൽ നിന്നും വരുന്നവരാണിവർ. ദൂരെ നിന്നുള്ള സന്ദർശകർ ഒട്ടും തന്നെയില്ല. നദിയിൽ തടയണ പോലെയുള്ള ഇട്ടിനടിയിലൂടെയാണ് പൈപ്പ് വഴി വെള്ളം ഇപ്പുറത്തെ കിണറ്റിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് കിണർ നിറഞ്ഞൊഴുകുന്നത്. വരണ്ട നദിയിലൂടെ ചില നീർച്ചാലുകൾ ഒഴുകുന്നു. നദിക്കക്കരെ ചില വീടുകളിൽ വെളിച്ചം കാണാനുണ്ട്. വളരെ കുറച്ച് ജനസംഖ്യ മാത്രമേ ഇവിടെയുള്ളൂ. വിജനമായ വഴിയിലൂടെ നടത്തം തുടരുകയാണ്. ഇന്നത്തെ താമസം ഗുരുകുൽ മഹാവിദ്യാലയം കണ്വാശ്രമം എന്ന ആശ്രമത്തിലാണ്. ആധുനിക ഭീമൻ എന്നറിയപ്പെടുന്ന യോഗിരാജ് ബ്രഹ്മചാരി വിശ്വപാൽ ജയന്ത് എന്ന പഴയകാലത്തെ ഒരു ഗുസ്തിക്കാരനാണ് ഈ ഗുരുകുലം ആരംഭിച്ചത്. ഇന്ന് അദ്ദേഹം ഒരു യോഗിയും സന്യാസിയുമാണ്. ധാരാളം വിദ്യാർത്ഥികൾ ഗുരുകുല ചിട്ടയിൽ അധ്യയനം നടത്തുന്ന അവിടുത്തെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. സമയപ്പോൾ 6:45. ഇരുട്ടായി തുടങ്ങി നല്ലോണം. ഇവിടെ അധികം ആൾക്കാരൊന്നും വരുന്ന ഒരു സ്ഥലമല്ല. എന്താ ഇത് ഇത്ര ഈ ഒരു ടൂറിസം മാപ്പിൽ എന്തുകൊണ്ട് ഇത് എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നില്ല. സർക്കാരുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഇത്രയും ഒരു ഭാരത ചക്രവർത്തിയുടെ നാട് ഇതുവരെ ഡെവലപ്പായിട്ടില്ല. ഇതിൽ നിന്നാണ് ഭാരതം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട്. ദൂരം ഒരു സ്കൂട്ടി വരുന്നുണ്ട്. റോഡ് പോലും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കണം. വാർത്ത റോഡാണ്, പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ് വണ്ടിയിലൊന്നും വരാൻ ഒരു ഇതില്ല. ഈ പാലം വരെ തന്നെ വണ്ടി വരുള്ളൂ. അധികം ദൂരത്തേക്ക് പോകാനും നിവൃത്തിയില്ല. നമ്മൾ നേരത്തെ പോയ ആ സ്ഥലം വരെ ഉള്ളൂ. മുകളിലേക്ക് പിന്നെ നടന്നു തന്നെ പോകണം. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ആശ്രമത്തിൻ്റെ പരിധിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കുറച്ച് ദൂരത്തേക്ക് കാണാം. ഇടതുവശത്ത് കാടാണ്, വലതുവശത്ത് നദി. ഇവിടുന്ന് ഇങ്ങനെ അന്തരീക്ഷം ചോന്ന് കാണാനുണ്ട്. മുകളിൽ ചന്ദ്രനും ചന്ദ്രകല കാണാം. സോളാർ വിളക്കുകൾ നിറച്ചുണ്ട്.
അപ്പോൾ വഴിയിൽ മുഴുവൻ അത് കാണാനുണ്ട്. കാട്ടിൽ പോലും സോളാറിൻ്റെ ഈ പില്ലർ വെച്ചിട്ടുണ്ട്. ഇപ്പോഴാണത് കത്തിയത്. അതിന് ഒരു ടൈമർ എങ്ങാനും സെറ്റ് ചെയ്തിട്ടുണ്ടോ എന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് ഇരുട്ടായിട്ട് ഇത്രയും ഇരുട്ടായതിന് ശേഷം ഇപ്പോൾ ഇത് കത്തിയത്. വെള്ളം അപ്പുറത്ത് ആ കനാലിൽ കൂടെ ഒഴുകി പോകുന്നുണ്ട്. 2 ബൈക്കുകാർ വരുന്നുണ്ട്. ഇതാണ് ആശ്രമ കവാടം. 5 പേർക്ക് സുഖമായി താമസിക്കാവുന്ന മുറി. ഭക്ഷണമടക്കം 300 രൂപയാണ് മുറി വാടക. അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ തന്നെയുണ്ട്. രാവിലെ 8:30 മുതൽ ഒട്ടും വിശ്രമമില്ലാതെയുള്ള യാത്രയായിരുന്നു. രാത്രി ഭക്ഷണം കഴിഞ്ഞ് സുഖമായൊന്ന് ഉറങ്ങണം. യാത്രാക്ഷീണം തീർക്കണം. 7 മണിയാണ് ആശ്രമത്തിലെ രാത്രി ഭക്ഷണത്തിൻ്റെ സമയം. ആധുനിക ഭീമൻ്റെയും ആശ്രമത്തിൻ്റെയും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.